ചില കാര്യങ്ങൾക്ക് ഒരല്പം ഊന്നൽ കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം സ്നാനപ്പെടുന്ന പ്രിയ സഹോദരൻ്റെ താല്പര്യത്തിലേക്കും അതുപോലെ സ്നാനപ്പെട്ടവരായ നമ്മുടെ എല്ലാവരുടെയും പ്രയോജനത്തിനും സ്നാനപ്പെടുവാനുള്ളവരുടെ താല്പര്യത്തിനുമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി കഴിഞ്ഞ ഞായറാഴ്ച. നമ്മുടെ സ്നാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മറ്റ് പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യസ്തമാണ്. അല്പമല്ല, ഏറെ വ്യത്യസ്തമാണ്. എന്നാൽ തികച്ചും വചനപരവുമാണ്. ആരുടെയും പ്രത്യേക ഉപദേശ സംഹിതകൾക്ക് നമുക്ക് വിധേയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദൈവവചനം അത് പൂർണ്ണമായി നമ്മെ സംബന്ധിച്ച് ജീവനും ഭക്തിക്കും വേണ്ടി ദുഃഖയും തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതുകൊണ്ട് ദൈവവചനം പഠിക്കുവാനും അതനുസരിക്കുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചും സഭാ ക്രമീകരണത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടേതായിട്ടുള്ള നിലപാടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. ശരി, സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നാനപ്പെടാൻ പോകുന്ന സഹോദരനും അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നാനപ്പെട്ടവർക്കും ഇനി സ്നാനപ്പെടാൻ ബാക്കിയുള്ളവർക്കും പ്രയോജനകരമാകേണ്ടതിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാം എന്ന് വിചാരിച്ചത്. സ്നാന ശുശ്രൂഷ അല്ലെങ്കിൽ സ്നാനപ്പെടുന്നത് ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് തുല്യമാണ് എന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു. രക്ഷിക്കപ്പെടുന്നയാള്, കർത്താവിലേക്ക് വരുന്നയാള്, അവനൊരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി ഒരു പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു കാര്യമാണ് മാനസാന്തരവും വിശ്വാസവും സ്നാനവും കൂടെ കൂടുന്നതായ കാര്യം. സ്നാനം എന്ന് മാത്രം അതിനെ പറഞ്ഞാൽ തെറ്റിപ്പോകും. മാനസാന്തരം, വിശ്വാസം, സ്നാനം, ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ ഒരു പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഴയ മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു, ഈ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? പ്രത്യേകതകൾ എന്താ? പറയാം, പെട്ടെന്ന് പറയാം. എന്താണ്? എന്തോ? ഓക്കെ, അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ അപ്പം ബേബി സഹോദരനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായി. പഴയ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ സ്വീകരിക്കുന്നത് എല്ലാം ജഡത്തിൽ നിന്നാണ്. അതാണ് പഴയ മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ പുതിയ സൃഷ്ടിയായാൽ ആ പുതിയ സൃഷ്ടി എവിടെ നിന്നാണ് സ്വീകരിക്കുക? ആത്മാവിൽ നിന്നാണ് സ്വീകരിക്കുക. പരിച്ഛേദനയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേയുള്ള പരിച്ഛേദനയുമല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പരിച്ഛേദന അബ്രാഹാമിന് കൊടുത്തതിൻ്റെ പശ്ചാത്തലവും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കാതെ ജഡത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് പോയതിൻ്റെ ബാക്കി പത്രമായിട്ടാണ്, ജഡത്തിൽ ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് ജഡത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയുവാനായിട്ട് അന്ന് ദൈവം പറഞ്ഞത്. പക്ഷേ അങ്ങനെ യഹൂദന്മാരെല്ലാവരും പരിച്ഛേദന ഏറ്റിരുന്നു. പക്ഷേ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ആ പുറമേ ഉള്ള ബാഹ്യമായ പരിച്ഛേദനയല്ല. പുറമേ അങ്ങനെ പരിച്ഛേദന ഏറ്റ ഒരാളെ ഒരു യഹൂദനായിട്ടും യഥാർത്ഥത്തിൽ കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ
ആന്തരികമായ ഒരു വ്യത്യാസമില്ലാതെ കേവല പരിച്ഛേദന കൊണ്ട് അതുകൊണ്ട് ഒരർത്ഥവുമില്ല, ദൈവസന്നിധിയിൽ സ്വീകാര്യവുമല്ല എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ മാനസാന്തരം, വിശ്വാസം, സ്നാനം, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ പഴയ മനുഷ്യനെ അടക്കുന്ന പരിപാടിയാണ് സ്നാനം. വെള്ളത്തിൽ പൊങ്ങി പോരാനായിട്ട് കഴിയും ഈ പഴയ മനുഷ്യനെ അവിടെ അടക്കാതെ തന്നെ. ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ ആ പഴയ മനുഷ്യന് തന്നെ എഴുന്നേറ്റ് പോരാനായിട്ട് സാധിക്കും, ഇല്ലേ? അതെപ്പോഴാണ് അങ്ങനെ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ്, എപ്പോഴാണ് ഈ സ്നാനപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോരുമ്പോഴും ഈ പഴയ മനുഷ്യൻ എഴുന്നേറ്റ് പോരുന്നത് എപ്പോഴാണ്? മാനസാന്തരവും വിശ്വാസവും ശരിയായിട്ടുള്ള നിലയിൽ ഇല്ലാതെ പോയി മുങ്ങിയിട്ട് പൊങ്ങിപ്പോന്നാൽ ആ പൊങ്ങി വരുന്നത് ആരാണ്? പഴയ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ പിന്നെ മാനസാന്തരം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരും. നമുക്ക് മാനസാന്തരം ആവശ്യമാണ്, അല്ലേ? വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകൾക്ക് മാനസാന്തരം ആവശ്യമാണ്. എന്നാൽ അങ്ങനെ വിശ്വാസികളായി തീർന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ പോലെ ആകുന്നത് വരെ മാനസാന്തരം ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ കാലത്തും മാനസാന്തരം ആവശ്യമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നതിനോടനുബന്ധിച്ചുള്ളതായുള്ള മാനസാന്തരം മറ്റു മാനസാന്തരത്തിൽ നിന്ന് ഒരല്പം വ്യത്യാസമാണ്. അത് സ്നാനപ്പെടുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സ്നാനപ്പെട്ട ആളുകളും പെടാനിരിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ്? ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ താല്പര്യങ്ങൾക്കും എന്നോട് കൂടെയുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്. അത് ദൈവത്തോടുള്ള മത്സരവും ദൈവിക വ്യവസ്ഥതയോടുള്ള പോരാട്ടവുമാണ്. ഞാൻ അത് നിർത്തുന്നു. എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും, എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുടെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ ഇന്ന് നിർത്തുകയാണ്. അത് തെറ്റായിപ്പോയി. എന്നിട്ട് മാനസാന്തരപ്പെടുക എന്ന് മാത്രമല്ല, മാനസാന്തരപ്പെട്ട് തിരിയുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പം ഒരാൾ പോകുന്നതായിട്ടുള്ള ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ അവനെ നിയന്ത്രിച്ചിരുന്നത് അവൻ്റെ തന്നെ ജഡവും അവൻ്റെ ഇഷ്ടങ്ങളും മോഹങ്ങളും അവനോട് കൂടിയുള്ള ആളുകളുടെ അതേ കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ആളുകളുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ താല്പര്യങ്ങളുമായിരുന്നു. ഇനി അവിടെ നിന്ന്, ആ പോക്കിൽ നിന്ന് മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കാൻ തയ്യാറായി. മാനസാന്തരത്തിൽ അത് സംഭവിക്കുന്നു. പിന്നെ മാനസാന്തരപ്പെട്ട് തിരിയുമ്പോഴോ? മാനസാന്തരപ്പെട്ടാൽ തിരിച്ചിൽ ആവശ്യമാണ്. തിരിയുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള വേറെ ഒരു വഴിയിലേക്ക് തിരിയുകയാണ്. അതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു വിശാലമായിട്ടുള്ള വഴിയും ഒരു ഞെരുക്കമുള്ള വഴിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശാലമായിട്ടുള്ള വഴിയുടെ പ്രത്യേകത എന്താ? നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാം, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാം, നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാം. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസാണ്. ആരും നമ്മളെ നിയന്ത്രിക്കാനായിട്ടില്ല. അപ്പോൾ എതിലേ നടന്നു പോയാലും അവസാനം ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ആ വഴിക്കൊന്നും പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് അത് വളരെ ഞെരുക്കമുള്ളതാണ്. ഞെരുക്കമുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞെരുക്കമുള്ള വഴിയിലൂടെയൊക്കെ നമ്മൾ പലരും ഒരുപക്ഷെ യാത്ര ചെയ്തിട്ടുണ്ടാവും. മുള്ളും കമ്പും ഒക്കെയുള്ള ചുറ്റും കാടുമൊക്കെയുള്ള വഴിയിലൂടെ, ചില ഇടവഴികളിലൂടെ നമ്മൾ പോയാൽ വളരെ ശ്രദ്ധിച്ച് അതിനിടയ്ക്കൂടെയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് ആപത്ത് വരും. അതാണ് ഞെരുക്കമുള്ള വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നല്ല കൈയൊക്കെ വീശി ആ വഴിയെ നടക്കാനായിട്ട് പറ്റില്ല. നമ്മളെങ്ങനെ നടക്കും? നമ്മളങ്ങനെ നടക്കുമ്പം ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് പിന്നെ അങ്ങോട്ടൊന്ന് മാറി പിന്നെ ചവിട്ടുന്ന സ്ഥലം ഒന്ന് നോക്കി അങ്ങനെ
നമ്മൾ നടക്കുന്ന പ്രതലവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷിച്ചാണ് ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ ആളുകൾ നടക്കുക. നിങ്ങളൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ ജീവിതവും അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ഞെരുക്കമുള്ള വഴിയിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ നമ്മൾ ഈ യാത്രയങ്ങ് തുടങ്ങുമ്പം നമ്മുടെ ഇഷ്ടങ്ങൾ വരും, നമ്മളുടെ അയൽവാസികളുടെ ഇഷ്ടങ്ങൾ വരും, നമ്മളുടെ കുടുംബക്കാരുടെ ഇഷ്ടങ്ങൾ വരും. ഇങ്ങനെ പല ഇഷ്ടങ്ങളും, പിന്നെ നമുക്കെതിരെ യുദ്ധവുമായിട്ട് പോരാട്ടവുമായിട്ട് ചിലപ്പം ആളുകൾ വരും. ചിലപ്പോൾ ഒരു സമൂഹം തന്നെ നമുക്കെതിരെ വന്നുകൂടായികയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ജീവിതം ശരിക്കും ഒരു ഞെരുക്കത്തിൻ്റെ ജീവിതമായി തീരും. അങ്ങനെ ആ ജീവിതം അങ്ങനെയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഭയങ്കര സമൃദ്ധിയുടെയും വിശാലതയുടെയും ജീവിതമാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ നോട്ടം, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന നിത്യതയിലേക്ക് ആയതുകൊണ്ട് ആ സന്തോഷം ആണ്, നിത്യതയിലേക്ക് എത്തുന്നതിൻ്റെ സന്തോഷമാണ് ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ ഒരാളെ കൊണ്ടുപോകുന്നതിൻ്റെ, കടത്തിവിടുന്നതിൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കണം സന്തോഷിക്കണം എന്നൊക്കെ പറയുവാനും, തല്ലും മേടിച്ചുകൊണ്ട് പോയതായ പത്രോസും യോഹന്നാനും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ യോഗ്യരായി വിളിക്കപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് പുറത്തു പോയി എന്നും, ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടമനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. ഈ ഞെരുക്കമുള്ള വഴിയിൽ വലിയ സന്തോഷമൊന്നുമില്ല. പക്ഷേ ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മളുടെ സന്തോഷത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ നിത്യതയാണ്. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം, അതായത് മാനസാന്തരം, വിശ്വാസം, സ്നാനം, അതിനുശേഷം ഒരാൾ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പുറമേ വിശ്വാസിയല്ല, ആ സ്നാനവുമല്ല. നമ്മളുടെ സ്നാനപ്പെട്ടവരോടായിട്ട് പറയുവാനായിട്ടുള്ളത്, നമ്മളുടെ സ്നാനത്തിന് ഒരു ആത്മീക അർത്ഥവും യാഥാർത്ഥ്യവും വരുന്നത് നമ്മൾ ആ പഴയ വഴികളെ വിട്ടുമാറി നമ്മുടെ ആ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ടാണ് വചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഒരാൾ വന്നല്ലോ, ഓക്കെ. വചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്, നിങ്ങൾ വിശ്വാസികളോട് പറയുക, റോമയിലുള്ള വിശ്വാസികളോട് പറയുക, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം, യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് പിന്നെ ഒരു ചോദ്യങ്ങളുമില്ല. പ്രിയമുള്ളവരെ, സ്നാനപ്പെട്ട നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും നമ്മുടേതായിട്ടുള്ള ഈ ലോകത്തിലെ മോഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണോ, അതോ നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? എഫേസ്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, അവൻ്റെ ഇഷ്ടം എന്തെന്ന് പരിശോധിച്ച് അത് ചെയ്യുന്നവരുമായിരിപ്പിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുള്ള സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയണമെങ്കിൽ അതിനൊരു പരിശോധന ആവശ്യമാണ്. എന്തുകൊണ്ടാണ് പരിശോധന ആവശ്യമായിട്ട് വരുന്നത്? നമ്മളുടെ രൂപാന്തരത്തിൽ ഒരു പര്യാപ്തത ഉള്ളതുകൊണ്ടാണ്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന നാം ക്രിസ്തുവിനെ പോലെ ആയാൽ ക്രിസ്തു എന്ത് ചിന്തിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്ന് വരും. എന്നാൽ നമ്മൾ ആ രൂപാന്തരത്തിൽ ക്രിസ്തുവിനെ പോലെ ആകാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ അതിനൊരു പരിശോധന ആവശ്യമാണ്. എന്നാൽ നമ്മൾ അങ്ങനെ പരിശോധിച്ചാണോ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാറുള്ളത്? ആണോ? അങ്ങനെ പരിശോധിച്ചിട്ടേ ചെയ്യാവൂ
എന്നുള്ളതിന് ഒരു പ്രധാന വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുമുള്ളവരായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു വാക്യത്തിൻ്റെ പ്രസക്തി എന്താ? പറവാൻ വേഗതയാണെങ്കിൽ എന്താണ് അവിടെ? പരിശോധനയില്ല, അല്ലേ? എന്താണോ നമ്മളിൽ നിന്നും സ്വാഭാവികമായിട്ട് വരുന്നത് അതാണ് നമ്മൾ പറയുന്നത്. പരിശോധന അവിടെ ഇല്ല. അതുകൊണ്ടാണ് പറവാൻ താമസവും കേൾപ്പാൻ വേഗതയും. നമ്മുടെ സ്വഭാവം എന്താ? എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും പറഞ്ഞു തീർക്കാൻ പോലും നമ്മൾ സാധാരണഗതിയിൽ അവസരം കൊടുക്കാറില്ല. അപ്പം തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം, അത് 100% ജഡത്തിൽ നിന്നാണ്. പല കാര്യങ്ങളും കേട്ടിട്ട് ഒരു പക്ഷേ ചില മിനിറ്റുകളോ മണിക്കൂറുകളോ ചില ദിവസങ്ങളോ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മൾ താമസിപ്പിക്കേണ്ടതായിട്ട് വരും. കാരണം ദൈവേഷ്ടം എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നത് വരെ അതിന്മേൽ പ്രതികരിക്കാൻ നമുക്കൊരവകാശവുമില്ല. സത്യമാണോ? നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു വഴി പെട്ടെന്ന് എടുത്തു ചാടാനായിട്ടുള്ള യാതൊരു അനുവാദവും നമുക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം വരെ പ്രതികരിക്കാനോ തീരുമാനമെടുക്കുവാനോ നടപ്പിലാക്കുവാനോ നമുക്ക് അനുവാദമില്ല. സ്നാനപ്പെടാൻ തീരുമാനിച്ച ആൾ ഇനി വേണ്ട എന്ന് വെക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് ഇത്ര കഠിന വാക്കാണോ എന്ന് തോന്നിപ്പോകും, അല്ലേ? അപ്പോൾ സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതത്തെ ഇന്ന് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ എല്ലാ അന്തസത്തകളും കളഞ്ഞ് ഒരു അക്രൈസ്തവൻ്റെ ജീവിതം പോലെ ചില ആചാരങ്ങൾ, ഒരാൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ പോലെയും, മാന്യനായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ പോലെയും, അല്ലേ, വലിയ കുഴപ്പക്കാരായിട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങനെയൊന്നും നമുക്ക് ആളുകൾ പറയുന്നില്ല. വലിയ കുഴപ്പമൊന്നും ചെയ്യാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നൊരു ജീവിതമെന്നാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത്. അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. സ്നാനപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, താല്പര്യങ്ങളാണ് നമ്മെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ സ്നാനം അതൊരു സ്നാനമാകുന്നില്ല. നമ്മളെ പഴയ മനുഷ്യനെ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടില്ല. അല്ലെങ്കിൽ ആ പഴയ മനുഷ്യനെ, അല്ലേ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് ഒരു പക്ഷേ അന്ന് കുഴിച്ചിട്ടാലും പിന്നെ പോയി ഇങ്ങ് പൊക്കി എടുത്തുകൊണ്ട് വരുന്നതായിട്ടുള്ള ഒരാത്മീകാനുഭവം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് ആ ദൈവാത്മാവിൽ നിന്നും കേട്ട് ദൈവേഷം ചെയ്യാനായിട്ടുള്ള താല്പര്യത്തെ മാറ്റിവെച്ച് നമ്മളുടെ ഇഷ്ടത്തിനും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇഷ്ടത്തിനും യാത്ര ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അന്ന് നമ്മൾ അഴിച്ചു കളഞ്ഞത്, അല്ലേ, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഉരിഞ്ഞു കളഞ്ഞു എടുത്ത് തിരിച്ച് ധരിക്കുകയാണ് ചെയ്യുന്നത്. ഉരിഞ്ഞു കളഞ്ഞ് നമ്മൾ ആരെയാണ് ധരിച്ചേ? ക്രിസ്തുവിനെയാണ് ധരിച്ചത്, അല്ലേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനെ ധരിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം ക്രിസ്തുവിനെ ഉരിഞ്ഞു കളഞ്ഞ് പഴയ മനുഷ്യനെ എടുത്തിരുന്നതായിട്ടുള്ള പരിപാടി. അങ്ങനെ ഒരാൾ സ്നാനപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? വല്ല അർത്ഥമുണ്ടോ? ഉണ്ടോ? പറയ്. ഇല്ല. ദൈവകൽപ്പനകളോടുള്ള അനുസരണമില്ലാതെ പരിച്ഛേദനയാകുന്നില്ല എങ്കിൽ ആത്മാവിൽ നിന്ന് സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത ആളുകളുടെ സ്നാനവുമാകുന്നില്ല. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ അവിടെ അടക്കം ചെയ്തിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടി ഒരു പുതിയ മനുഷ്യനായിട്ട് പുറമേക്ക് വരുന്നില്ല എങ്കിൽ അതൊരു സ്നാനമല്ല. അവിടെ ഒരു ചടങ്ങ് നടന്നിരിക്കാം, പക്ഷെ അവിടെ സ്നാനം നടന്നിട്ടില്ല. ഒരു സ്നാനത്തിൻ്റെ ചടങ്ങ് നടന്നിട്ടുണ്ട്, പക്ഷെ ഒരു സ്നാനം അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ സ്നാനത്തെ ഒരിക്കലും സ്നാനത്തെ വേർപെടുത്തി ചിന്തിക്കുവാൻ ആഗ്രഹിക്കാത്ത ആളാണ്.
കാരണം അങ്ങനെ വേർപെടുത്തി ചിന്തിക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. മാനസാന്തരവും വിശ്വാസവും സ്നാനവും അത് മൂന്നും ഒരുമിച്ച് പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിലുള്ളൊരു മാനസാന്തരം. പലപ്പോഴും ആളുകൾ മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അയ്യോ, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, കർത്താവെ ക്ഷമിക്കണം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഓർമ്മയിലുള്ള ചില തെറ്റുകൾ അത് ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം, ഞാൻ മാനസാന്തരപ്പെടുന്നു. അങ്ങനെയാണ് അനേകരുടെ മാനസാന്തരവും. എന്നാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള മാനസാന്തരം അങ്ങനെയല്ല. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നിൽ ഒരു നന്മയുമില്ല, എന്നിൽ എന്തെങ്കിലും ചില പോരായ്മകളുണ്ട് എന്നുള്ളതല്ല, എന്നിൽ ഒരു നന്മയുമില്ല. വചനം എന്താ പറയുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എന്നിൽ ഒരു നന്മയുമില്ല, ഞാൻ ദൈവത്തിൻ്റെ ശത്രുവാണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് ഒരു നന്മയും എന്നെ സംബന്ധിച്ച് പറയുവാനായിട്ടില്ല, ഞാൻ പരിപൂർണമായും പിശാചിൻ്റെ മകൻ, നിത്യനാശത്തിന് യോഗ്യൻ. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ മാത്രമേ അവിടെ ഒരു മാനസാന്തരത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ. നമ്മളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ളതല്ല, നമ്മളെ കുഴപ്പമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മാത്രമേ യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയാണോ സഹോദര? അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ്. രണ്ടാമത്, മാനസാന്തരം കഴിഞ്ഞാൽ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? പലപ്പോഴും അറിവ്, അതിനെയാണ് വിശ്വാസമായിട്ട് ആളുകൾ ചിന്തിക്കാറുള്ളത്. അല്ല. കർത്താവായ യേശുക്രിസ്തു ത്രിത്വത്തിൽ രണ്ടാമൻ ഈ ലോകത്തിലേക്ക് വന്നു, പാപമില്ലാതെ മരിച്ചു, കാൽവരിയിൽ ജീവിച്ചു, കാൽവരിയിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, അത് വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നു. ഇതൊരു അറിവും ഇതൊരു വിശ്വാസവുമായിട്ട് മാറിയാൽ ഇത് രണ്ടും രണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം, അത് നമ്മുടെ എവിടെ ഇരിപ്പുണ്ട്? അത് നമ്മുടെ മണ്ടയിലുണ്ടാവും, തലയിലുണ്ടാവും, അല്ലേ? അതൊരു വിശ്വാസമാവുമ്പോൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അല്ലേ? വിശ്വാസം ഹൃദയത്തിൽ വരുന്നു, അറിവ് എവിടെ വരുന്നു? തലയിൽ വരുന്നു. അറിവ് പിശാചിനുണ്ടല്ലേ? അറിയുക മാത്രമല്ല വിറയ്ക്കുകൂടി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസം. വിശ്വസിക്കുകയാണെങ്കിൽ, എനിക്കിപ്പം ബാബു സഹോദരനിൽ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ബാബു സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല, അല്ലേ? ഉണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ നമ്മൾ സംശയിക്കുമോ? നമ്മൾ നമ്മെ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നമ്മെ തന്നെ യേശുക്രിസ്തുവിന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസമാണോ നമ്മളിലുള്ളത്, അതോ കേവലം ചില അറിവുകളാണോ? ഏത് വിശ്വാസമാണ്? അങ്ങനെയുള്ള വിശ്വാസമാണോ സഹോദര ഉള്ളത്? അതെ. ഇന്ന് സഹോദരനെ തന്നെ കർത്താവിൻ്റെ പാദത്തെങ്കിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ്? ദൈവേഷ്ടം ചെയ്യുവാനായിട്ട്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഏൽപ്പിച്ചു കൊടുക്കലിൽ വരുന്നതായിട്ടുള്ള കാര്യമാണ്. എന്താണ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഇന്നു മുതൽ എൻ്റെ കർത്താവായിരിക്കുന്ന, എൻ്റെ യജമാനനായിരിക്കുന്ന യേശുക്രിസ്തു പറയുന്നതല്ലാതെ ഒന്നും എനിക്ക് ഞാൻ ചെയ്യില്ല. ശരിയാണോ സഹോദര? ആണ്. അതാണ് കർത്താവായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. കർത്താവ് ഇങ്ങനെ ചോദിച്ചു തൻ്റെ ചുറ്റുമുള്ള ആളുകളോട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്ന് നമ്മൾ പലപ്പോഴും ആ വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ? കർത്താവിന്, യേശുവിൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കുന്നതിൽ നമ്മൾ പുറകോട്ടാണെങ്കിൽ കർത്താവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അർഹത ഇല്ല. നമ്മുടെ കർത്താവ് അല്ലാതിരിക്കുകയും കർത്താവെ നമ്മൾ വിളിക്കുകയും ചെയ്യുമ്പോൾ അതൊരു അവഹേളനമാണ്, അല്ലേ? ശരിയല്ലേ? യേശു നമ്മുടെ കർത്താവാണെങ്കിൽ മാത്രമേ കർത്താവെ എന്ന് വിളിക്കുവാൻ നമുക്ക് പ്രാഗൽഭ്യമുള്ളൂ. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം നമ്മുടെ തലമണ്ടയിലുള്ളതായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് അല്ല, മറിച്ച്
അത് നമ്മെ തന്നെ സമ്പൂർണമായി ആ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ സമർപ്പിക്കുന്നതിന് വേണ്ടുന്നതായ ഊർജം അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം തരുന്നതാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് സ്നാനം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രസക്തി. സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ വേണം, അല്ലേ? ഞാനൊക്കെ അങ്ങനെ മുമ്പുണ്ടായിരുന്ന സഭകളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. 5-6 ആഴ്ച ഒക്കെ ഓരോ മണിക്കൂർ വീതം ഈ സ്നാനപ്പെടാനുള്ള ആളുകളെ ഇരുത്തി ഒത്തിരി പഠിപ്പിച്ചിട്ടാണ് സ്നാനപ്പെടുന്നത്. അങ്ങനെയൊന്നും നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. വചനത്തിൽ അതിന് തിരിച്ചാണ് കാണുന്നത്. സ്നാനപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാനാണ് പറയുന്നത്, അല്ലേ? മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് പറയുന്നത്? പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്താനാണോ സ്നാനപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാനാണോ പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഏതാ ആദ്യം വരുന്നേ? സ്നാനമാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ സ്നാനം എന്താണ് എന്തല്ല, സ്നാനത്തെ വളരെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിൻ്റെ പൊരുൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ചിലരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവരുടെയും താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ വിഷയം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി അടുത്ത കാര്യം, സ്നാനപ്പെടുത്തിയിട്ട് വിട്ടേച്ച് പോകാൻ പറ്റുമോ? സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ശിഷ്യപ്പെടുത്തണം, അല്ലേ? ശിഷ്യപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം പഠിപ്പിക്കണം. പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കാൻ ഇരുന്ന് തരണം, വേണ്ടേ? ഇതിനെന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങളൊക്കെ നല്ല വിശ്വാസികളായതുകൊണ്ട് നിങ്ങളൊടക്ക് ബാക്കിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞേനെ ഷണ്ടനെ ഫിലിപ്പോസ്, അല്ലേ? ഷണ്ടനെ കൂടി കൊണ്ടുപോയി പഠിപ്പിക്കുകയാണോ ഇതേ? ഷണ്ടനെ അങ്ങോട്ട് അയക്കുകയാണോ ഇതേ? അവർ പിരിഞ്ഞു പോയി, അല്ലേ? ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ സഹോദര എന്ന് ചോദിക്കരുത് നാളെ. ഫിലിപ്പോസിനെ ഷണ്ടനെ പഠിപ്പിക്കാനായിട്ട് ഫിലിപ്പോസ് പോയതായിട്ട് ചരിത്രമില്ല. എന്നാൽ ഷണ്ടൻ പോയി ആ പ്രദേശങ്ങളിലൊക്കെ സഭകളുണ്ടായി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭകളുണ്ടായി എന്നുള്ളത് നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നതായിട്ടുള്ള കാര്യമാണ്. ഈ എക്സെപ്ഷൻസിനെ എടുത്തിട്ട് ഉപദേശം സ്ഥാപിക്കാനായിട്ട് പാടില്ല. അതായത് അപൂർവമായിട്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ ഉപദേശ സ്ഥാപനത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഷണ്ടനെ വെറുതെ വിട്ടു എന്നുള്ളതുകൊണ്ട് സഹോദരൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സഭയുടെ ഉത്തരവാദിത്വമാണ്. സഹോദരൻ എല്ലാ കാര്യങ്ങളും, സഹോദരൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ പഠിക്കാൻ ഇരുന്ന് തന്നാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഈ പഠിപ്പിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? പഠിപ്പിക്കുന്ന ആളുകൾ ഇത് അനുസരിക്കുന്ന ആളുകളായിരുന്നു, അല്ലേ? അനുസരിക്കാതെ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക? ആദ്യം പോയി നിങ്ങൾ അനുസരിച്ചിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ പറയും, ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം ആണ് പഠിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടത്. അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള സഹോദരന്മാരത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഉൾപ്പെടെ എന്ന് ഞാൻ അതും അതിനോട് ചേർന്ന് പറയുന്നു. പഠിപ്പീരെന്ന് പറഞ്ഞാൽ അതിന് ഉപദേശം എന്ന് പറയില്ലേ? ഉപദേശം, ശാസന, തർജ്ജനം, ഇതൊക്കെ ഈ ദൈവവചനത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും ശാസന പഠിപ്പീരിൻ്റെ ഒരു ഭാഗമാണോ? പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പോയ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനില്ല, നമ്മളെന്താ ചെയ്യുക? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അടിക്കും, അല്ലേ? ആദ്യം വഴക്ക് പറയും, പിന്നെ അടിക്കും. തർജ്ജനമുണ്ട്, ശാസനയുണ്ട് പഠിപ്പീരിൻ്റെ ഭാഗമായിട്ട്. അതാർക്കും വേണ്ട ഇക്കാലത്ത്, അല്ലേ? അതുകൊണ്ട് തന്നെ അടി കൊള്ളാത്ത പിള്ളേരെങ്ങനെയാണ് സാധാരണ? അവർ കുഴപ്പക്കാരായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ സഭയിലെ വിശ്വാസികളെല്ലാം കുഴപ്പക്കാരാണ്. ചെറുപ്പത്തിലേ അടിക്കാത്തത് കൊണ്ട് അവരെ പിന്നെ ഒരു കാലത്തും അടിക്കാൻ പറ്റില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റില്ല, അല്ലേ? 20, 25, 30 വയസ്സായ മക്കളെ തല്ലി ശരിയാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അടിക്കേണ്ട കാലത്ത് അടിക്കണമായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ സഭകളിലെല്ലാം ഉള്ള അവസ്ഥ. ഇപ്പം നമ്മൾ ഇപ്പം അടിക്കുകയാണെങ്കിലും വഴക്ക് പറയാം. വഴക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? നാളെ അടുത്ത ആഴ്ച സഭായോഗത്തിന് കാണുകയല്ല വേറെ ഏതെങ്കിലും സഭയിൽ പോയെന്ന് കേൾക്കാം. അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. അടിയും വഴക്കും ഒക്കെ ഇവിടെ ഉണ്ടാകും. ആരും അങ്ങനെ വഴക്ക് പറഞ്ഞു എന്നോ ഉപദേശിച്ചു എന്നോ ഒക്കെ പറഞ്ഞ് ആരും അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ ഒരാൾ വഴക്ക് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ശരീരത്തിൻ്റെ അവയവമായിട്ടിരുന്നില്ല, അല്ലേ? ഈ
കൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഈ കൈ അതിനെ ഒന്ന് മാന്തി ചൊറിഞ്ഞു എന്ന് വിചാരിച്ചോ, ഈ കൈ ഉടനെ തന്നെ എന്നാൽ പിന്നെ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ഈ ശരീരത്തിൽ നിന്ന് ഒഴിവായി പോവോ? ഇല്ല. പോവോ? ഇല്ല. അപ്പം നമ്മൾ ഒറ്റ കെട്ടാണ്, ഒരു ശരീരത്തിൻ്റെ അവയവമാണ് നാം എങ്കിൽ സഭ വിട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. പിന്നെ ദൈവവചന വിരുദ്ധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സഭയാണ് എങ്കിൽ വിട്ടു പോകണം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്ത് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് നമുക്ക് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ദൈവവചനം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുന്നതിന് നമുക്ക് ആർക്കും ഇവിടെ തടസ്സമില്ല. കാരണം മുകളിൽ നിന്നുള്ള യാതൊരു നിയന്ത്രണങ്ങൾക്കും കീഴിലല്ല നമ്മൾ. ആരെങ്കിലും വെച്ചിരിക്കുന്നതായുള്ള ഒരു ഉപദേശത്തിൻ്റെ പിന്നാലെ പോകേണ്ടതായുള്ളൊരു ആവശ്യം നമുക്കില്ല. ദൈവവചനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും അനുസരിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് ആരും പോകേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇടയ്ക്ക് ഇതത്ര ശരിയല്ല, അല്ലെങ്കിൽ എനിക്കങ്ങ് ശരിയാവുന്നില്ല, ഒന്ന് പോയാലോ എന്നൊരു ചിന്ത നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. ശരീരത്തോട് ഒട്ടിയിട്ടില്ല, ശരീരത്തിൻ്റെ അവയവമായി തീർന്നിട്ടില്ല, അല്ലേ? എപ്പോഴാണ് ഈ കൈയൊക്കെ മാറ്റി വയ്ക്കാം? എപ്പോഴാണ് കൈ മാറ്റി വയ്ക്കണേ? ആർട്ടിഫിഷ്യൽ അല്ലേ? നമ്മുടെ കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അവർ നമ്മൾ മേടിക്കാൻ കിട്ടുമല്ലോ കൈയും കാലും ഒക്കെ, അതൊക്കെ ഫിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും ഈസി ആയിട്ട്. പുതിയത് വേണേൽ മേടിക്കാം, അതിന് മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ സഭയോട് ചേരാതെ, സഭയാകുന്ന കർത്താവിൻ്റെ ശരീരത്തോട് ചേരാതെ ഒരകലം പാലിച്ച് നിൽക്കുന്ന ആളുകൾ ആരും സഭയുടെ അംഗമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. സഭയുടെ അംഗമാണെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമാണ്. ശരീരത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിട്ടുപോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരീരത്തിൻ്റെ ഭാഗമാകാതെയും സഭായോഗത്തിന് വരാൻ കേട്ടോ. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അല്ലേ? രക്ഷിക്കപ്പെടാത്ത ആളുകൾ പോലും സഭയിൽ വരും. കാരണം സാക്ഷ്യം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമുക്ക് അങ്ങനെ പൗലോസിന് പോലും ഇല്ലാതിരുന്നതായിട്ടുള്ള ആന്തരിക ജ്ഞാനമൊന്നും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞത് കളയൊക്കെ അവിടെ കാണും, അത് പറിച്ചു കളഞ്ഞാൽ വിളയെയും ബാധിക്കും, അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ മാത്രമേ അത് പറിച്ചു കളയുന്നുള്ളൂ എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ സഭയിൽ ഒരു ശരീരമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എൻ്റെ സഭയിലെ എല്ലാ അംഗങ്ങളും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ മാത്രമേ നാം ശരീരത്തിൻ്റെ അവയവങ്ങൾ ആയിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നു മുതൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ മാനസാന്തരവും വിശ്വാസവും ഒക്കെ ഉള്ള ഒരു സ്നാനമാണ് എങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രിയ സഹോദരനും തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ ഓർക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുകയും നമ്മളുടെ വചനങ്ങൾ കേൾക്കുകയും നമ്മളായിട്ട് കൂട്ടായ്മയുമുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അവരൊക്കെ നമ്മളും അവരൊക്കെ ഒന്നാണ് എന്നുള്ള ആ ഒരു ഏക മനോഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നാം ഒരു ദൈവസഭയുടെ അംഗമായിരിക്കുന്നുള്ളൂ. ശരി, അപ്പോൾ നമ്മൾ പ്രിയ സഹോദരൻ്റെ സ്നാനത്തിനായിട്ട് പിരിയുകയാണ്. അതിനുശേഷം നമുക്ക് തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടാകും. പിന്നെ ചില